3. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم من صلى الغداة في جماعة ثم قعد يذكر الله حتى تطلع الشمس ثم صلى ركعتين كانت له كأجر حجة وعمرة. قال رسول الله صلى الله عليه وسلم താമത്തിൻ മഹാനായ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ജമാഅത്തായി സുബഹി നമസ്കരിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് സുബഹി നമസ്കാരത്തിന് വേണ്ടി മുസമ്മിൽ ഉസ്താദ് വിളിക്കുകയാണ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. സുബഹി ബാങ്ക് വിളിക്കുകയാണ്, പടച്ചവനെ എഴുന്നേൽക്കുകയാണ്, വീട്ടിൽ വെച്ച് ഒതുപെടുക്കുകയാണ്, വീട്ടിൽ നിന്ന് ഒതുപെടുത്തു, ഉംറ ചെയ്ത പ്രതിഫലം കിട്ടി, പള്ളിയിലേക്ക് നടക്കുകയാണ്, ഉംറ ചെയ്ത പ്രതിഫലം കിട്ടി, പള്ളിയിൽ വന്ന് സുബഹി നമസ്കരിച്ചു, എന്നിട്ട് എഴുന്നേറ്റ് ഓടാതെ ആ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യോദയം വരെ, ഉദയം വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരിക്കുകയാണ്, നിസ്കരിച്ച സ്ഥലത്തിരിക്കുകയാണ്, അവിടെ ഇരുന്ന് കൊണ്ട് ദിക്റുകളും ഔറാദുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാ സൂര്യൻ ഉദിക്കുമ്പോ എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ഇസ്റാഖ് വരെ, ഉദയം വരെ, സൂര്യൻ ഉദിക്കുന്നത് വരെ പള്ളിക്കകത്ത് സുബഹി നമസ്കരിച്ചിട്ട് അതേ സ്ഥലത്ത് ഇരുന്നിട്ട് അവൻ ഇബാദത്ത് ചെയ്താൽ അവൻ ഉംറയുടെയും ഹജ്ജിന്റെയും പ്രതിഫലം, അവൻ ഉംറയുടെയും ഹജ്ജിന്റെയും പ്രതിഫലം റസൂലുള്ളാഹി വെറുതെയല്ല പറഞ്ഞത്, മുത്തുനബി 3 പ്രാവശ്യം പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമത്തിന് അവന് പരിപൂർണമായിട്ടൊരു പ്രതിഫലമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ